രാവിലെ എണീറ്റത് അമ്മമ്മയും കുട്ടിയും കൂടി ഭയങ്കര യുദ്ധമാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് നോക്കട്ടെ, ഏത് ബ്രഷാ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഓരോ ബ്രഷിന്റെയും കളർ ഓരോന്ന് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ. 2-3 ഉണ്ടായിരുന്നു കേട്ടോ അവൾക്കുള്ളത്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും കളറൊക്കെ കാണിച്ചു കൊടുത്ത് അതാ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞതാ ഞാൻ മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുക. ഗ്യാസ് കഴിഞ്ഞിട്ട് 2-3 ദിവസമായി കേട്ടോ. അപ്പൊ ഈ ഒരടുപ്പത്ത് തന്നെ കേട്ടോ, വിറകും കമ്മി ആകെ കുടുങ്ങിട്ടോ. ഞങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ, ഈ അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് സമയം എടുക്കാണ് കേട്ടോ. കത്താത്ത വിറകും കൂടി ആകുമ്പോൾ നമ്മൾ എത്ര നേരം നിൽക്കണം എന്നറിയും. ഒന്നാമത് ഇങ്ങനത്തെ അടുപ്പും കൂടിയല്ലേ. അപ്പൊ അങ്ങനെ ചോറ് അടുപ്പത്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നീക്കാനായപ്പോഴത്തേനാട്ടോ ഞാൻ ഓരോന്ന് ചെയ്തത്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉപ്പുമാവ് റവമാവ് ഉണ്ടാക്കാം, പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഇന്ന് എന്റെ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അവിടെ തുണയ്ക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇനി എന്തായാലും അവള് വരുമ്പോഴത്തേന് അവള് വീട്ടിലേക്ക് വരാന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവള് വരുമ്പോഴത്തേന് എത്രയും പെട്ടെന്ന് പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കി എന്നാലേ പോവാൻ പറ്റുള്ളൂ. കാരണം 10 മണിക്കാണ് പോവാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി അപ്പോഴത്തേനും എല്ലാം റെഡി ആവണ്ടേ. പിന്നെ ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ. അപ്പൊ മഴ അങ്ങനെ ചനിവിനിയാ പെയ്യുന്നോണ്ട് എന്താന്ന് പറയാ, നമുക്ക് വെളിക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു പണി നടക്കുന്നുമില്ല. പിന്നെ മറ്റുള്ള പണികളൊന്നും നടക്കില്ല കേട്ടോ. അലക്കല് അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, വേഗം അടുപ്പത്ത് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് തന്നെ വേണ്ടേ. കറണ്ട് അടുപ്പും കേട് വന്നിരിക്കുകയാണ് കേട്ടോ. ഗ്യാസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു. പക്ഷെ അവർക്ക് നമുക്ക് റോഡൊക്കെ മോശമായതുകൊണ്ട് ഈ വണ്ടി വരാനും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രാവിലെ വിളിച്ചിട്ട്, ഞാൻ ഈ പണിയുടെ തിരക്കിലാണ് കേട്ടോ അവര് വിളിച്ചത്. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. പക്ഷെ അവര് പറഞ്ഞു ഇതിനെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോ അവര് പറഞ്ഞു അപ്പൊ എന്തായാലും മസ്റ്ററിങ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പോകുമ്പോ എന്നൊക്കെ ഗ്യാസ് എടുത്തിട്ട് വരാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ലൈൻ ബസ്സിനായിട്ടാ പോയതൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ എന്തായാലും റിസൾട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൾക്ക്. അപ്പൊ അതൊക്കെ കഴിയുന്നത് വരെ ഞങ്ങൾ എന്തായാലും ഇനി അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയാം, നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ കല്ലടിക്കോടാട്ടാ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിതാ പാലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നല്ല ഫുഡൊക്കെ കിട്ടും, ബിരിയാണിയൊക്കെ കിട്ടുന്ന ഷോപ്പാണ്, അവർ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചൂട്ടി കൊണ്ടുപോയതാട്ടോ. അപ്പൊ കഴിച്ചു നോക്കുക, എന്നിട്ട് ചേച്ചി ഒന്ന് റിസൾട്ട് പറയാന്നൊക്കെ പറയായിരുന്നു കേട്ടോ അവള്. പിന്നെ ഒന്നാമത് അവൾക്ക് വീഡിയോസിലൊന്നും നിൽക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളാട്ടോ. വീഡിയോ എടുക്കണൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളാട്ടോ. പിന്നെ എനിക്ക് എന്തായാലും വീഡിയോ പിടിച്ചു തരാൻ എന്തായാലും ഒരാളായിട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ ഹോസ്പിറ്റലിലൊക്കെ പോയി റിസൾട്ടൊക്കെ മേടിച്ച് റിസൾട്ട് ഡോക്ടറെയൊക്കെ കാണിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നേരെ, അപ്പൊ എനിക്ക് വെള്ളം കുടിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കഴിച്ച് എന്തായാലും ഫുള്ളായിരുന്നു കേട്ടോ വയറ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. ചിക്കനൊക്കെ നല്ല പൊരിച്ച് നല്ല മസാലയൊക്കെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് എനിക്ക് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവള് വെള്ളം കുടിക്കണം നിർബന്ധമാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ഓർഡർ ചെയ്തു കേട്ടോ. അപ്പൊ സർബത്താണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും തന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും കല്ലടിക്കോടം മലയുടെ ഒക്കെ ഓരോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ വന്നു. കമ്പ്യൂട്ടർ ക്ലാസ് കഴിയാൻ നിന്നില്ല കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ ഗ്യാസ് ഓഫീസിൽ പോയി ഗ്യാസ് ഒക്കെ എടുത്ത് പിന്നെ നേരെ എന്തായാലും ഒരു പർച്ചേസ് ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു പെട്ടെന്നാട്ടോ. അപ്പൊ രാവിലെ കല്ലടിക്കോട്ടേക്ക് പോവാൻ നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കൊരു കല്യാണത്തിന്റെ ക്ഷണമൊക്കെ വന്നത്. അപ്പൊ എന്തായാലും ചെറിയൊരു പർച്ചേസ് ഒക്കെ നടത്താമെന്നും വിചാരിച്ചും കൊണ്ട് നമ്മള് കാഞ്ഞിരത്താണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാഞ്ഞിരം വസ്ത്രമാളികയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് എപ്പോ പോയാലും അവിടെ പോയാലാട്ടോ കിട്ടുള്ളൂ. പിന്നെ നല്ല കളക്ഷനും കാര്യങ്ങളാണ് കേട്ടോ. ഓണത്തിന്റെയൊക്കെ സെലിബ്രേഷന്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടോപ്സ് കേട്ടോ, കോട്ട് സെറ്റുകൾ, അതേപോലെ തന്നെ ഡാവണി സെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ കുറെ സെറ്റുകൾ എന്തായാലും നോക്കിട്ടോ. അപ്പൊ അമ്മയുണ്ട്, രാജേട്ടനുണ്ട്, മോളുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയെല്ലാം നോക്കി എടുക്കുന്നതിന്റെ ഇടയിൽ പിന്നെ നമ്മുടെ ചേച്ചിമാരോടൊക്കെ കുറച്ച് കത്തിയൊക്കെ അടിച്ച് നിന്നു. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്തെന്ന് അറിയാം, അപ്പൊ അവര് ഒരുപാട് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ അവര് അതൊക്കെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ നല്ല ലോ റേഞ്ചിൽ നല്ല ലോ പ്രൈസിലൊക്കെ നല്ല ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഓണത്തിന്റെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ എന്താ പറയാ നമുക്കൊരു സാധാരണക്കാർക്കൊക്കെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ അപ്പൊ അവര് പറഞ്ഞു ഒരുപാട് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട്, റേറ്റ് ഇട്ട് കയറ്റുന്നേ ഉള്ളൂ കേട്ടോ ചേച്ചി, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഡാവണി സെറ്റൊക്കെ വിത്ത് ബ്ലൗസ് ഷാളൊക്കെ വരുന്നതാണ്. അപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസ് അല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഒരുപാട് വന്ന് അവര് ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഓണ പർച്ചേസ് പറയുന്നത് ഇനി കാഞ്ഞിരത്തില് പോയിട്ടാണ്. ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് എനിക്ക് അവിടെ പോയാലേട്ടോ നല്ല ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അവിടെ പോയി എടുത്താലും ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമുക്ക് എത്ര ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് നമുക്ക് കാണിച്ചു തരും കേട്ടോ. നമുക്കേ കൺഫ്യൂഷൻ ആകും, കാരണം ഒരുപാട് ഐറ്റങ്ങൾ കാണുമ്പോഴേക്ക്. അപ്പൊ അങ്ങനെ എന്തായാലും ഒരുപാട് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അവരങ്ങനെ ഒരുപാട് കാണിച്ചു തന്നു കേട്ടോ. ഡാവണി സെറ്റാണ് ഇത് കേട്ടോ. പിന്നെ അതേപോലെ കുട്ടികളുടെ ഐറ്റങ്ങള്, ടോപ്സുകള്, പിന്നെ കോട്ട് സെറ്റുകള്, ചുരിദാർ കേട്ടോ, പാർട്ടി വെയർ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത്ര ഹെവി വർക്കിലൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ അത് അധികം നോക്കിയില്ല കേട്ടോ. പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് വേണ്ടത്. അപ്പൊ ഞാൻ അത് മാത്രമേ കേട്ടോ സെലക്ട് ചെയ്ത് എടുത്തുള്ളൂ. പിന്നെ ഞാൻ അവരോട് ഒരുപാടൊന്നും വലിച്ചിടണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ കണ്ട നമുക്ക് തന്നെ കണ്ണിഞ്ചി പോവും കേട്ടോ. ഏതേത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആവും. അത് ഞാൻ ഭയന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, കുറച്ചേ വലിച്ചിടിപ്പിച്ചുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ പുറത്ത് വന്നപ്പോഴട്ടോ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ, കോട്ടന്റെ, സിൽക്കിന്റെ, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഉടുപ്പുകളൊക്കെ കേട്ടോ. കുഞ്ഞാറ്റയ്ക്കൊക്കെ പറ്റിയ ഉടുപ്പുകൾ കേട്ടോ. അപ്പൊ ഇനി എന്തായാലും ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും പർച്ചേസ് ഇല്ല, ഇനിയിപ്പോ ഓണത്തിനേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ വന്നപ്പോഴിതാ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെയൊക്കെ തിരക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്ന നമ്മൾ ചെരക്കപ്പടി എത്തിയപ്പോ ഒരു ചായയും അതേപോലെ തന്നെ ഒരു കടിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് പറയുന്നത് കുഞ്ഞു വീഡിയോസ് ആണ് കേട്ടോ. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലേക്ക്. അപ്പൊ എല്ലാവരും നമ്മളെ ഇനിയും തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയത് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഓളെന്ന ഓപ്ഷനൊക്കെ അമർത്തിയാലാട്ടോ. ഓളെന്ന ഓപ്ഷൻ അമർത്തി ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു നേരെ പിന്നെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. ഇനിയിപ്പോ ഗ്യാസ് ഇറക്കി വെക്കലും ഗ്യാസ് ഫിറ്റ് ചെയ്യലൊക്കെ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഏട്ടനെ, ഓട്ടത്തിന്റെ തിരക്കാണ്, അപ്പോഴത്തേനും വിളി വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഓട്ടത്തിന് പോവാനെന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്യാട്ടോ. അപ്പൊ അങ്ങനെ ഗ്യാസ് ഒക്കെ ഫിറ്റ് ചെയ്യൽ കഴിഞ്ഞ് രാശേട്ടൻ പോയിട്ടോ. പിന്നെ ഇതാ ബാക്കിയുള്ള പരിപാടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റടിക്കുക. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അമ്മ നേരെ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മുറ്റടിക്കലും ഇനി കുറച്ച് വിറക് വെട്ടി വെക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് മേല് കുളിച്ചിട്ട് വിളക്കൊളുത്തുക മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പൊ ഞാനിതാ ഇനി ഒരു ചായയൊക്കെ കുടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. ചായ എത്ര കുടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചിട്ട് കുടിക്കുന്നതിന്റെ ഒരു ഫീല് കിട്ടാറില്ല കേട്ടോ എനിക്ക് പുറത്തു പോയി കുടിക്കുമ്പോൾ. അപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ കുറച്ച് പാലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കടുപ്പത്തിൽ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ചായ ഇട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി കുഞ്ഞാറ്റയ്ക്കും വേണം, അമ്മയ്ക്കും വേണ്ടി വരും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണിപാളും, വീണ്ടും ഞാൻ വെക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ഞങ്ങൾക്ക് 3 ആൾക്കുള്ളത് വെച്ചു. ഇനിയിപ്പോ അതൊന്ന് കുടിച്ചിട്ട് ഇനി അപ്പോഴത്തേനും അമ്മ ലോൺ പൈസ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാക്കി പണികളൊക്കെ ഒരുങ്ങിയിട്ട്. അപ്പൊ ഇനി കുറച്ച് അകലെയാണ്. അപ്പൊ അമ്മ വരുമ്പോഴത്തേനും വേണ്ടുള്ളൂ. അമ്മ ഞങ്ങൾ ചായ കുടിക്കാൻ ഇരുന്നപ്പോഴത്തേനും അമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ കാണാത്തോണ്ട് വിളിച്ചതാണ് കേട്ടോ, സന്ധ്യാവാറായില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പൊ ഇനിയിപ്പോ അമ്മ വരുമ്പോഴത്തേനും ഇനിയിപ്പോ അമ്മയ്ക്കും കൂടെ ഉള്ള ചായ ആറ്റി വെക്കണേ. കുഞ്ഞാറ്റയ്ക്കുള്ള ചായ ആറ്റിയിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ കൊടുക്കാനും. നല്ല ചൂടുണ്ടെങ്കിൽ ചിലപ്പോ ഇളം ചൂടാണെങ്കിൽ പോലും പറയാ, അയ്യോ ഇത് ചൂടാണ്, ഇത് കുടിക്കാൻ പറ്റില്ല അമ്മ, അത് ആറ്റിക്കാട്ട് എന്നൊക്കെ പറയട്ടോ. അപ്പൊ നല്ല അവൾക്ക് ആറ്റിയിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് ഇന്ന് രാവിലെ മുതൽ ഭയങ്കര അലച്ചലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണം കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് ചായ കുടിച്ചൊന്നും എനിക്കാണെങ്കിൽ ഭയങ്കര ക്രൈസാട്ടോ ചായയോട്. എത്ര ചായ കുടിച്ചാലും മതിയാവില്ല കേട്ടോ, അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനും മോളും ഇതാ ചായ കുടിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അമ്മ കയറി വരുന്നത് കേട്ടോ. അപ്പൊ അമ്മ ഇരുട്ടായതുകൊണ്ടേ അമ്മ എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ നേരെ മേലൊക്കെ കുളിച്ച് അപ്പൊ ഇനി വിളക്കൊക്കെ കാട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് മേല് കുളിച്ച് വിളക്കൊക്കെ കാട്ടി. അപ്പോഴത്തേനും അമ്മ വന്നു കേട്ടോ. ഇനിയിപ്പോ അമ്മ വന്ന് നേരം വൈകിയോണ്ട് ഇനിയിപ്പോ അമ്മയ്ക്ക് വിളക്കൊളുത്താൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ വേഗം നേരെ കുളിച്ച് ഫ്രഷായിട്ട് തലേന്നും നനച്ചില്ല, മേല് കുളിച്ച് രാവിലെ കുളിച്ചതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പൊ പിന്നെ വിളക്കൊക്കെ കൊളുത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം.